ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മയൂരി എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് മയൂരി, യഥാർത്ഥ പേരല്ല. ഇപ്പോൾ 30 വയസ്സുണ്ട്. എൻ്റെ ചേച്ചിയുടെ കല്യാണം ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഉടനെ നടന്നതാണ്. സാമ്പത്തികമായി വലിയ മെച്ചമൊന്നുമില്ലെങ്കിലും കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് വീട്ടുകാർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ കല്യാണവും പെട്ടെന്ന് നടത്താൻ അവർ നോക്കി. പക്ഷേ മാഡം, അത് നടന്നില്ല. കാരണം ജാതകത്തിൽ ശക്തമായൊരു ദോഷം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വന്ന ആലോചനകളൊന്നും ചേർന്ന് പോകുന്നതായില്ല. അങ്ങനെ 20-25 വയസ്സ് വരെ ഞാൻ വെറുതെ നിന്ന് പറയുമ്പോഴേക്കും ഞാൻ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു, ജോലി ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സ് മുഴുവനും വിവാഹ ജീവിതത്തോടുള്ള ഒരു കൊതിയായിരുന്നു. അതിന് കാരണം എൻ്റെ ചേച്ചി കിട്ടിയിരിക്കുന്നത് നല്ലൊരു ഭർത്താവാണ്, നല്ല ജീവിതവുമാണ്. അവർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ, അവരുടെ കൊഞ്ചലും കുഴച്ചിലും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഉള്ളിൽ വല്ലാത്ത മോഹമാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പലരും എന്നോട് ആവേശം കാണിച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. രാവിൻ്റെ നിഗൂഢയാമങ്ങളിൽ ഞാനും അതൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അടുക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അവരിൽ മിക്കവാറും ആളുകൾ കല്യാണം കഴിച്ചവരായിരുന്നു. പിന്നെ കല്യാണം കഴിക്കാത്ത ആൾക്കാർക്ക് പ്രേമം എന്നുള്ള ലക്ഷ്യമല്ലാതെ വിവാഹം കഴിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല. അവർക്ക് കാര്യങ്ങൾ നടക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്കങ്ങനെ ആയിരുന്നില്ല. പ്രേമിക്കണം, എല്ലാം നടക്കണം, പക്ഷേ ആ ആളിനെ കല്യാണം കഴിക്കുകയും ചെയ്യണം. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ ജാതകദോഷം, എൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ കാരണം നീണ്ടു പോയി. ഒരു ദിവസം ഞാൻ ടൗണിൽ കൂടെ സ്ഥിരമായി നടന്നു പോകുമ്പോഴേക്കും എൻ്റെ ഓപ്പോസിറ്റ് മിക്കവാറും ഒരാൾ വരും. അദ്ദേഹം എന്താ ജോലിക്ക് പോകുന്ന ആളാണ്, കണ്ടാലറിയാം. അടുത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ചുറ്റും നോക്കുകയോ എന്നെപ്പോലുള്ള സ്ത്രീകളെ മൈൻഡ് ചെയ്യുകയോ ചെയ്യുന്ന ടൈപ്പ് ഒന്നുമല്ല. നടന്നു പോകും, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ടൈറ്റ് പാൻ്റായിരിക്കും ഇട്ടിരിക്കുക, ചിലപ്പോൾ മുണ്ടെടുത്ത് പോകുന്നത് കാണാം. എന്തായാലും കണ്ടാൽ സൂപ്പറാണ് മാഡം. എൻ്റെ സ്വപ്നത്തിലെ പുരുഷ സങ്കല്പമാണ്. എന്തെന്നറിയില്ല, ചിലപ്പോൾ കണ്ടായിരിക്കും എൻ്റെ മനസ്സിൽ രാത്രി മുഴുവൻ അദ്ദേഹമാണ്. രാവിലെ അദ്ദേഹത്തെ കണ്ടാൽ എൻ്റെ മനസ്സ് കുതിച്ചു പൊങ്ങും. രാത്രിയാകുമ്പോൾ അദ്ദേഹത്തെ ഓർത്ത് ഒത്തിരി കളം ഞാൻ വരച്ചു. പക്ഷേ അദ്ദേഹം എന്നെ നോക്കുകയോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തോട് മിണ്ടാനുള്ളൊരവസരമോ ഉണ്ടായില്ല. ശ്രമിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു പേഷ്യൻ്റായിട്ട് അവിടെ കാണാൻ വന്നിരുന്നെങ്കിൽ, ഹോസ്പിറ്റലിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് മിണ്ടാം. അല്ലെങ്കിൽ എങ്ങനെയാണ് മിണ്ടുന്നത്? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ദിവസവും കണ്ട് എനിക്ക് വട്ടി പിടിക്കുന്ന പോലെയായി. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടക്കോ ഒതുക്കോ ഇല്ലല്ലോ. അവിടെ എനിക്കും അത് സംഭവിച്ചു. ഇങ്ങനെ നോക്കി കൊതിച്ച് ജീവിച്ചാൽ ആറ്റിൽ കൂടെ ഒഴുകുന്ന വെള്ളം പോലെ കാലം ഒഴുകിപ്പോകും. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലെന്നറിയാം. നാണം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ ഇനി നടക്കില്ല. കാര്യം ഉള്ളിലൊരു അഗ്നിപർവ്വതം പൊട്ടാനായി കാത്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി പിടിച്ചു നിൽക്കുക? അതുകൊണ്ട് ഒരു ദിവസം പുള്ളിക്കാരൻ്റെ മുന്നിൽ കൂടി നടന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പേഴ്സ് അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് പോലെ ഞാൻ തറയിലിട്ടു. എന്നിട്ട് ഞാൻ അറിയാത്ത ഭാവത്തിൽ മുന്നോട്ട് നടന്നു. പുള്ളി ഉടനെ തന്നെ അതെടുത്ത് പുറകെ വന്നുകൊണ്ട് ഹേയ് ഇതാ നിങ്ങളുടെ പേഴ്സ് എന്ന് പറഞ്ഞ് എൻ്റെ തന്നു. 1000 താങ്ക്സ്, അതിൽ ഒത്തിരി പൈസ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. പുള്ളി ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് കയറി ചോദിച്ചു, എന്താ പേരെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ പേര് രാജേഷ്, ഞാനിവിടെ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനും എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഹോസ്പിറ്റലിലാണ്. ആ ഹോസ്പിറ്റലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ഈ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് പിരിഞ്ഞത്. മറ്റാണുങ്ങളുടെ കൂട്ടൊന്നുമല്ല. ഈ പറഞ്ഞതുപോലെ പഞ്ചാരയുടെ ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. നല്ല സ്ട്രോങ് ആയ ഒരാളാണ്. ഏത് പെണ്ണും ഭർത്താവാക്കാൻ കൊതിക്കുന്ന ഒരു സ്വഭാവമാണ്. അല്ലാതെ ഒന്ന് കണ്ടപ്പോഴേ നമ്പർ ചോദിക്കുകയോ എൻ്റെ പുറകെ വരികയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ എനിക്ക് ആരാധന കൂടി. പക്ഷേ എന്ത് ചെയ്യാനാണ്? പിറ്റേ ദിവസം കണ്ടപ്പോഴും ഒന്ന് ചിരിച്ചു. അതിനടുത്ത ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു ഗുഡ് മോർണിംഗ്, അത്രയേ ഉള്ളൂ. പല ദിവസങ്ങളായിട്ടും ഞാൻ എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഇനിയും ഞാൻ എങ്ങനെയാണ് കാത്തിരിക്കുക? പ്രണയം മാത്രമല്ല, മറ്റു പലതും എൻ്റെ മനസ്സിൽ കുടിയേറി. ഇങ്ങനെ തന്നെ വേണം. അതുകൊണ്ട് എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ടെക്നിക്കുകൾ പുറത്തെടുക്കാനുള്ള സമയമായി എന്ന് ഞാൻ വിചാരിച്ചു. അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇങ്ങനെ കല്യാണം കഴിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞത്, എടി എനിക്ക് ആ ഓഫീസിൽ വരെ ഒന്ന് പോകണം, ഒരു കാര്യം ശരിയാക്കാനുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്നൊരു സാറ് അവിടെയുണ്ട്, നീ എൻ്റെ കൂടെ വരാമെന്ന്. ഞാനങ്ങനെ അദ്ദേഹത്തെ പോയി അവിടുത്തെ സെക്ഷനിൽ കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരിയാണ് എന്ന് പറഞ്ഞ് അവളുടെ മുന്നിൽ വെച്ചിട്ട്, സാർ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, സാറ് ശരിയാക്കി തരും എന്ന് പറഞ്ഞു. പുള്ളി എന്നെ ഒന്ന് നോക്കി, ഇവളെന്തായി പറഞ്ഞതെന്നും ഞാനിപ്പോൾ ചിരിച്ചു കാണിച്ചു. അപ്പോൾ എന്തായാലും ആ അപേക്ഷയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഓക്കെ, ഒരു 5-6 ദിവസത്തിനുള്ളിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ സാറിന് പറഞ്ഞു, സാറിൻ്റെ നമ്പർ ഇങ്ങിതാ, അല്ലെങ്കിൽ എൻ്റെ നമ്പർ തരാം, സാർ റെഡിയാകുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം, അവൾക്കിനി നൈറ്റ് ഡ്യൂട്ടിയാ, ഞാൻ വന്ന് വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നമ്പർ വാങ്ങിച്ച് ഞാൻ ടാറ്റ പറഞ്ഞു പോന്നു. എൻ്റെ കൂട്ടുകാർ വെച്ചു, എന്താടി എന്തോ ഒരു കാര്യം ഓടുന്നുണ്ടല്ലോ, ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഒന്നും അല്ലല്ലോ എന്ന്. എടി എനിക്ക് പുള്ളി ഒത്തിരി ഇഷ്ടമാണ്. അത് കേട്ട് അവൾ അത്ഭുതപ്പെട്ടു. നല്ലൊരു മനുഷ്യന്, എടി കയ്യെ മോതിരമുണ്ട്, കഴുത്ത് നല്ല വലിയൊരു മാലയുണ്ട്, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞതാണല്ലോ, പറയാൻ പറ്റില്ല. നീ വെറുതെ കിടന്ന് പ്രേമിക്കേണ്ട കാര്യമില്ല, ചെറുപ്പത്തിലെ സർക്കാർ ഉദ്യോഗം കിട്ടിയതാണ്. പുള്ളിക്ക് ഭാര്യയെ 2 മക്കളും കാണും. ഒന്ന് പൊടി, അത്ര പ്രായമൊന്നുമില്ല. അതൊന്നും പറയാൻ പറ്റത്തില്ല, മിക്കവാറും കല്യാണം കഴിച്ചതായിരിക്കും, വെറുതെ മനക്കൊട്ട കെട്ടണ്ട, ഒന്നാമത് ജാതകദോഷവും എന്ന് പറഞ്ഞ് അവളിനെ കളിയാക്കി. എനിക്ക് ടെൻഷനായി. കിട്ടിയ നമ്പറിൽ വാട്സാപ്പ് ഉണ്ടോ നോക്കി, ഉണ്ട്. ഞാൻ വെറുതെ രാത്രി മെസ്സേജ് അയച്ചു, സാറിൻ്റെ കല്യാണം കഴിഞ്ഞതാണോ, ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നേഴ്സാണ്, എൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോഴേക്കും പുള്ളി, ഞാൻ കല്യാണമൊന്നും കഴിച്ചതല്ല, ഞാൻ കല്യാണമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, എനിക്ക് വിവാഹ ജീവിതത്തോട് വലിയ താല്പര്യമൊന്നുമില്ല, അതൊക്കെ വലിയ തലവേദനയാണെന്ന്. ഞാൻ പറഞ്ഞു, തലവേദന സൃഷ്ടിക്കാത്തൊരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ സാറിന് ഇഷ്ടപ്പെടില്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ വെറുതെ അങ്ങ് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ പുള്ളിയെ വളച്ചെടുക്കാൻ ഞാൻ ഒത്തിരി പാടുപെട്ടു. പക്ഷേ എങ്കിലും അവസാനം ഞാൻ എൻ്റെ അടുത്തേക്ക് തന്നെ ആ വമ്പൻ മരം ചായച്ചു. ആണുങ്ങളാകുമ്പോൾ അല്ലറ ചില്ലറ മറ്റ് വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതല്ലേ. പ്രേമമായിട്ടും പുള്ളി നല്ല രീതിയിൽ സംസാരിക്കുന്നതല്ലാതെ കാര്യമായ കാര്യങ്ങളെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. ദൈവമേ, വൻമരമാണെന്നും പറഞ്ഞ് ഞാൻ വിചാരിച്ച് അവസാനം എൻ്റെ പ്രതീക്ഷകൾ നടക്കാതെ പോകുമോ എന്നോർത്തു. എങ്കിലും പ്രേമമുണ്ട്, അത് ഉപേക്ഷിക്കാൻ പറ്റുമോ? വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ, അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ ജാതകം നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒട്ടും ചേരില്ല. അതോടുകൂടി എൻ്റെ വീട്ടുകാർ നേരെ കടകം തിരിഞ്ഞു. ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും ഈ കല്യാണം ഞങ്ങൾ നടത്തില്ലെന്നായി. അവരുടെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല. മോൻ പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ അവരുടെ അമ്മയ്ക്ക് താല്പര്യമാണ്, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി എൻ്റെ വീട്ടുകാരെ ധിഖരിച്ച് അവരുടെ വീട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് കല്യാണം നടത്തിയത്. അവിടെ അമ്മായിമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ, പിന്നെ ഒരു സഹോദരിയുണ്ട്, അവർ ദൂരെയാണ്. അത്രയ്ക്കേ ഉള്ളൂ ആൾക്കാർ, വലിയ ബന്ധുക്കളൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി, പുള്ളിക്കാരൻ ഒരു പാവമാണ്. അതുമാത്രമല്ല നേർരേഖയിൽ നടക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിലും ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളും നാണക്കേടും പുള്ളിക്കായിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ലെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ പ്രഭവ സ്ഥാനം നോക്കി ഞാൻ ചെന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു നേഴ്സാണ്, ചില കാര്യങ്ങളൊക്കെ ഞാൻ മുൻകൈ എടുക്കേണ്ടതിൻ്റെ ആവശ്യകത എനിക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ചേട്ടൻ തെറ്റിദ്ധരിക്കരുത്, എനിക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. എങ്കിലും പഠിപ്പും ഇത്തരം കാര്യങ്ങളിലെ വിവരമൊക്കെ ഒരു നേഴ്സായ എനിക്കായിരിക്കുമല്ലോ കൂടുതലുള്ളത്. അതുകൊണ്ട് ചേട്ടൻ വിഷമിക്കേണ്ട കാര്യമില്ല, ഞാനാണ് മുൻകൈ എടുക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അരങ്ങത്തേക്ക് അങ്ങിറങ്ങി. കളരി വിളക്ക് ഞാനങ്ങ് തെളിയിച്ചു. എനിക്കാണെങ്കിൽ യാതൊരു നാണവും മാനവുമില്ല. കാരണം എൻ്റെ ഭർത്താവല്ലേ, ഞാൻ എന്താണ് നാണിക്കേണ്ടത്? പുള്ളി എന്നെക്കുറിച്ച് എന്ത് കരുതാനാണ്? ഇനിയിപ്പോൾ കരുതിയാൽ എനിക്കൊന്നുമില്ല. എല്ലാം ഒന്ന് പ്രവർത്തനക്ഷമമാണെങ്കിൽ ഞാൻ തന്നെ മുൻകൈ എടുത്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായൊരു തലയാട്ടം നടത്തേണ്ടി വന്നു. അത് 3-4 ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് ഒരു പ്രശ്നവുമില്ല, ഓക്കെ ആയി. പിന്നീട് എൻ്റെ സ്വർഗ കവാടത്തിൽ വിളക്ക് കൊളുത്തി പൂജയായിരുന്നു, ആരതി ഒഴിഞ്ഞുള്ള പൂജ. അതോടുകൂടി എൻ്റെ ജീവിതം ധന്യമായി. മാഡം, കഥകളിയുടെ സ്റ്റേജിൽ മുന്നിൽ കൊളുത്തി വയ്ക്കുന്ന വലിയ കൽവിളക്കില്ലേ, അതിന് മുന്നിൽ കേളിയാടാൻ ഏതൊരാളാണ് ഇഷ്ടപ്പെടാത്തത്? അതുകൊണ്ട് എൻ്റെ ജീവിതം മനോഹരവും സംതൃപ്തവുമായിരുന്നു. വീട്ടുകാരെ ധിഖരിച്ച ആ പ്രശ്നങ്ങളും ദുഃഖങ്ങളുമൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടി. പൊതുവെ എനിക്കെല്ലാറ്റിനും താല്പര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് പറയും, ഇന്ന് ഈ രീതിയിലാണ്, ഞാൻ പറയുന്ന രീതിയിൽ നിന്ന് അദ്ദേഹം എല്ലാത്തിനും റെഡിയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സർവാത്മന പ്രവർത്തനക്ഷമമാകുന്ന ഒരാൾ, അങ്ങനെ ഒരാളിനെ കിട്ടുന്ന പെണ്ണ് എന്തുകൊണ്ടും ഭാഗ്യവതിയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വിവാഹത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ ഗൗരവമുള്ള ഒരു വിഷയവും ആലോചിച്ചില്ല.
ഇത്തരം കാര്യങ്ങളിലെ ഡെവലപ്മെൻറ്റുകൾ മാത്രമായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ജീവിതം രണ്ടാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ നീണ്ടു നിന്നില്ല. കാരണം ഒരു മഞ്ഞപ്പിത്തത്തിൻ്റെ രൂപത്തിലാണ് അദ്ദേഹത്തിന് അസുഖം വന്നത്. പെട്ടെന്നായിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാം തകർന്നടിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, എന്താണ് മുന്നോട്ട്, ഒരു പിടിയുമില്ല. പക്ഷേ അമ്മായിയമ്മ എന്നെ അവിടെ രക്ഷിച്ചു. മോള് ഇവിടെ നിന്നോളൂ എന്ന് തന്നെ പറഞ്ഞു. എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ അവർ സമ്മതിക്കില്ല. ഞാനിപ്പോൾ എത്ര പണക്കാരിയാണെങ്കിലും അവരിതൊന്നും അംഗീകരിക്കില്ല. ഞാൻ വീട്ടിൽ വിളിച്ചതാണ്, ഇങ്ങോട്ട് വരണ്ട, ഏത് വഴിക്കെങ്കിലും പോയിക്കൂ. ഞങ്ങൾ പറഞ്ഞല്ലേ ജാതകദോഷം കൊണ്ട് ഇത് സംഭവിക്കുമെന്ന്. നീയായി, നിൻ്റെ വഴിയായെന്ന് പറഞ്ഞു. അതോടുകൂടി ഞാൻ പിന്നെ അമ്മായിയമ്മയെ നമ്പി ആ വീട്ടിൽ ജീവിക്കാൻ ആരംഭിച്ചു. ഭർത്താവിൻ്റെ പെൻഷൻ എനിക്ക് കിട്ടാൻ തുടങ്ങി. അത് അമ്മായിയമ്മയ്ക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ കഴിയാൻ തുടങ്ങി. എനിക്ക് രണ്ടാമതൊരു കല്യാണത്തിന് ആഗ്രഹമുണ്ടോ എന്ന് അമ്മായിയമ്മ ചോദിച്ചു. ഞാനപ്പോൾ എടുത്തടിച്ച് പറയുകയും ചെയ്തു, എനിക്കിനി അങ്ങനെ ആഗ്രഹമില്ലെന്ന്. എൻ്റെ മനസ്സിൽ ആഗ്രഹമില്ലായിരുന്നു. കാരണം ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ച ആളല്ലേ ഹസ്ബൻഡ്. ആ ഓർമ്മകളിൽ ജീവിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ കാലപ്പോക്കിൽ എനിക്ക് മനസ്സിലായി, ഓർമ്മകളും ഒക്കെ നല്ലതാണ്, എനിക്ക് സ്നേഹവുമുണ്ട് എന്ന് വെച്ചിട്ട് എൻ്റെ ഉള്ളിൽ അഗ്നിപർവ്വതം എരിയുന്നുണ്ടല്ലോ, അതിനെ അണയ്ക്കാൻ അതുകൊണ്ടൊന്നും പറ്റില്ല. പ്രേമമാണെങ്കിലും എന്താണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ പലതും വേറെ ബാക്കിയുണ്ട്. അണയുന്ന തീ ആളിപ്പടർത്താൻ ആരെങ്കിലും തന്നെ വേണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ ഈ സിറ്റുവേഷൻസ് ഭയങ്കര ക്രൂഷ്യലാണ്. എനിക്ക് ഇവിടെ നിറങ്ങിപ്പോകാൻ പറ്റില്ല. വേറെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങളുമുണ്ടാകും. എന്ത് ചെയ്യും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. ഇപ്പോൾ മോഹങ്ങൾ അടക്കേണ്ട സിറ്റുവേഷനാണ്. ആക്ച്വലി ഹസ്ബൻഡ് മരിക്കുമ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നു. പക്ഷേ ആ ദുഃഖം കൊണ്ടായിരിക്കാം അത് തനിയെ പോയി മാഡം. അതിലും എനിക്കന്ന് വലിയ ദുഃഖമുണ്ടായിരുന്നു. ഇനിയിപ്പം ജീവിച്ചല്ലേ മതിയാകൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു വീടുണ്ട്. അതായത് ഹസ്ബൻഡിൻ്റെ പഴയ വീടാണ്. ഇത് വലിയ പുതിയ വീടാണ്. പഴയ വീട് തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ നേരത്തെ പ്രായമായ 2 ദമ്പതികളായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒരാൾക്ക് വയ്യാതായപ്പോൾ പിന്നീട് അവർ മകളുടെ വീട്ടിലേക്കങ്ങ് പോയി. പിന്നീട് അവിടെ വന്നത് ഒരു സ്കൂൾ അധ്യാപകനാണ്. ചെറുപ്പക്കാരനാണ്, സുന്ദരനും മാന്യനുമാണ്. അമ്മായിമ്മയാണ് അയാളെ അവിടെ കൊണ്ട് താമസിപ്പിച്ചത്. ആ ഡീലിങ്സൊക്കെ അമ്മായിമ്മയാണ് ചെയ്യുന്നത്. ഞാൻ അതിനൊന്നും പോകാറില്ല. ഇപ്പോൾ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകാറില്ല, വീട്ടിൽ തന്നെയാണ്. അയാൾ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, ആ കൊച്ചു പയ്യനാണ്, പക്ഷെ കല്യാണം കഴിച്ചത് കേട്ടോ. 1 വർഷത്തിന് മുമ്പ് അവൻ കല്യാണം കഴിച്ചു. അവനും പ്രേമിച്ച കല്യാണം കഴിച്ചത്. അവനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ ഒരു ചായ ഇല്ലേന്നും. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ലെന്ന്. ആ നീ ഒന്ന് നോക്കടി, നല്ലൊരു ചായയുണ്ട് നിൻ്റെ ഭർത്താവിൻ്റെ എന്ന് പറഞ്ഞു. അങ്ങനെ കേട്ട കൗതുകത്തിലാണ് അയാളെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എൻ്റെ ഭർത്താവിൻ്റെ ചായ ഉണ്ടോ അല്ലെങ്കിൽ കാപ്പിയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒത്തൊരാണാണ്, എല്ലാം തികഞ്ഞൊരാണ്. പണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ കണ്ട് മോഹിച്ചതുപോലെ ഇങ്ങനെയും വിവാഹം കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഞാനൊന്ന് മോഹിച്ചേനെ എന്നെനിക്ക് തോന്നിപ്പോയി. ആ അഭിപ്രായമാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായത്. പക്ഷേ എനിക്കെന്തോ ഒരു ഇക്കിളി തോന്നി. എനിക്ക് പടർന്നു കയറാൻ അടുത്ത് തന്നെ ഒരു വടവൃക്ഷമുണ്ടായല്ലോ എന്നതുപോലെ തോന്നി. പക്ഷെ വേണ്ട, പയ്യെ തിന്നാൽ പനിയും തിന്നാം. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാമെന്ന് മനസ്സിൽ വിചാരിച്ചു. എങ്കിലും അങ്ങനെ കാണുമ്പോൾ എൻ്റെ കിനാവിൻ്റെ പരസ്പര പൂരകമായി വന്ന ആളാണോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയമായ പുഞ്ചിരി എൻ്റെ മനസ്സിൽ അത്യധികമായ ഓളങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. കുറേ നാളായി കളം വരയ്ക്കാതെ ഇരുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കളം വരയ്ക്കാൻ തുടങ്ങിയത് അദ്ദേഹമാണ് കാരണം. പക്ഷേ പുള്ളി വിവാഹിതനാണ്, ശല്യപ്പെടുത്താൻ പോകണ്ട, കളമൊക്കെ ഞാൻ വെറുതെ വരച്ചോളാം എന്ന് തന്നെ ഞാൻ പ്രാക്ടിക്കലായി തീരുമാനിച്ചു. പക്ഷേ ഒരു ദിവസം അമ്മായിയമ്മ അവിടെ ഇല്ലാത്ത ഒരു അവധി ദിവസം അദ്ദേഹത്തോട് എനിക്ക് ഒത്തിരി നേരം സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി. കാര്യം അമ്മായിയമ്മ അന്ന് ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പുള്ളിക്കൂടെ കൊടുത്തേക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ ഫുഡ് കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ വിശദമായി സംസാരിച്ചു. എൻ്റെ കഥകളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അമ്മായിയമ്മ കുറച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രേമകഥകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ആ കുറച്ചൊരു പ്രേമമാണ്, നല്ലൊരു പെണ്ണാണെന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് കിട്ടി. പക്ഷേ ഇപ്പോഴാണ് എനിക്കതിൻ്റെ അക്കടി മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചെന്താ? ആ പ്രേമമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല. എൻ്റെ ഭാര്യ കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ, ഒരു പുരുഷന് ചേരുന്ന രീതിയിലുള്ള പെരുമാറ്റമൊന്നുമല്ല അവളുടെ കയ്യിലെന്ന്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നമെന്ന്. സ്നേഹം പ്രകടിപ്പിക്കുന്നതല്ലാതെ മറ്റുള്ള കാര്യങ്ങളിൽ അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എല്ലാറ്റിലും കുട്ടിക്കളിയാണ്.
പ്രേമപൂർവ്വമുള്ള സംഭാഷണം മാത്രം പോരല്ലോ പുരുഷന് എന്നുള്ള രീതിയിൽ പുള്ളി മാന്യമായി സംസാരിച്ചു. അതിന് മറുപടിയായി ഞാൻ പറഞ്ഞു, പുരുഷന് മാത്രമല്ല സ്ത്രീക്കുമുണ്ട് സ്വപ്നങ്ങൾ. രണ്ടുപേരുടെ സ്വപ്നങ്ങൾ പരസ്പരം ചേർന്ന് പോകുമ്പോഴാണ് കാര്യങ്ങളൊക്കെ ആകുന്നത്, അല്ലേ മാഷേന്ന്. അതെ, അത് തന്നെ. പക്ഷേ പെട്ടെന്നുള്ള പ്രേമവും കല്യാണവും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇത്തിരി പുറകെ പോയി. കുറേ കാലം കൂടി പ്രേമിച്ചിട്ട് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു, അപ്പോൾ തനി നിറ അറിഞ്ഞേനെ എന്ന് പുള്ളി പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ കഥ പറഞ്ഞു. ഞാനും ഇങ്ങനെ പുറകെ നടന്ന് കല്യാണം കഴിച്ചതാണ്. പുള്ളി അങ്ങ് സ്ലോ ആയിരുന്നു. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ടാണ് ഞാൻ പുള്ളിയെ ശരിയാക്കി എടുത്തെന്ന് പറഞ്ഞു. പുള്ളി അപ്പോൾ എന്നെ അത്ഭുതത്തോടു കൂടി നോക്കി. ഇങ്ങനൊരു പെണ്ണ് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇങ്ങനെയുള്ള സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ വേണ്ടത്, ഭർത്താവിനെ മനസ്സിലാക്കുന്നവൾ എന്ന് അദ്ദേഹം എന്നെ അഭിനന്ദിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ എന്നെ അടിമുടിയൊന്ന് നോക്കി. ഞാനും കണിക്കൊന്ന പൂത്തുലഞ്ഞതുപോലെ ആയിപ്പോയി. ആ സൗഹൃദം പതുക്കെ വളരാൻ തുടങ്ങി. പുള്ളിയുടെ നമ്പർ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ തിരിച്ച് എന്തെങ്കിലുമൊക്കെ വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്യും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എന്നോട് ചോദിച്ചു, നമുക്കൊന്ന് കണ്ടാലോ എന്ന്. ഞാൻ ആ ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഒത്തിരി നാളായി ഞാനും ഭ്രമണപഥത്തിൽ ഏറി സൂര്യനെ ചുറ്റിട്ടെന്ന്. പുള്ളി പറഞ്ഞു, അതിനെന്താ, നമുക്കിനിയും പ്രയാണം ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞു, എന്തായാലും രാത്രി 12 മണിക്ക് ശേഷമേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അമ്മ എവിടെയെങ്കിലും പോകുന്ന പകൽ ദിവസങ്ങളിലൊന്ന്. പുള്ളി പറഞ്ഞു, ഡൺ, എല്ലാം നിൻ്റെ കൺവീനിയൻസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പാതിരാത്രിയിൽ ശരിക്കും മതിൽ ചാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. അദ്ദേഹം ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ സേഫ് ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. അങ്ങനെ റിസ്ക് എടുത്താണ് ഞങ്ങൾ കാണാൻ തുടങ്ങിയത്. റിസ്ക് എടുത്തത് റിസ്ക് പോലെയല്ല. പിടിമുറ്റാത്ത തടിയുള്ള പുളിയുടെ വമ്പൻ കൊമ്പിൽ കാരിമ്പിൻ്റെ കയറിൽ ഊഞ്ഞാലാടുന്നത് പോലെയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എൻ്റെ ജീവിതം. എനിക്ക് രണ്ടാമത് കിട്ടിയ ഭാഗ്യാനുഭവമാണ്. ആദ്യത്തേത് മൺസൂൺ ബബ്ബർ, ഇതാണ് ശരിക്കും തിരുവോണം ബബ്ബർന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുപോയി. മനോഹരം, അതിശയകരം എന്ന് ഞാൻ വിചാരിച്ച് സന്തോഷകരമായി കുറേ നാൾ മുന്നോട്ട് പോകുകയായിരുന്നു. അമ്മായിമ്മ ചിലപ്പോഴൊക്കെ മോളുടെ വീട് വിസിറ്റ് ചെയ്യാൻ പോകും. രാത്രിയാകുമ്പോഴേക്കും ഇങ്ങനെ വരികയും ചെയ്യും. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ പകൽ നേരങ്ങളിൽ ഞാനും മാഷും തമ്മിൽ ചതുരംഗ പലകയിൽ ആനയും കുതിരയും തേരും രാജാവും റാണിയും ഒക്കെ കരുക്കൾ നീക്കി ഞങ്ങളുടെ നേരം സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചതുരംഗ പലക മടക്കി വെക്കാൻ പോകുന്ന സമയത്താണ് ഒരു മുട്ടും തട്ടും കേട്ടത്. ആരാണത്? ഈ സമയത്ത് ആരും വരാനില്ല. പുറത്തു പോയ അമ്മായിമ്മ ഇപ്പോൾ വരില്ല. സാധാരണ 5 മണിയായി വരികയുള്ളൂ. അമ്മായിമ്മയായിരിക്കുമോ? ഞാനോടി ബാത്റൂമിലേക്ക് കയറി. സാർ പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു. പക്ഷേ ആ സംഭാഷണം എനിക്ക് കേൾക്കാം. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. സാറിൻ്റെ ഭാര്യയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴേക്കും സാറിൻ്റെ ഭാര്യ വന്ന്, താൻ എന്താ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നും ഞാൻ അറിയില്ലെന്നാണോ എന്ന് പറഞ്ഞ് അവർ ഷൗട്ട് ചെയ്യുന്നു. സാർ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവർ ചോദിക്കുന്നു, ഇതെങ്ങനെയാണ്? അപ്പോൾ സാർ പറയുന്നു, ഞാനിവിടെ തനിയെ നിൻ്റെ ഓർമ്മയിൽ പ്രവൃത്തികൾ ചെയ്തതിൻ്റെ ബാക്കി പത്രമോ മോളെ, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലെന്ന്. അതല്ലെന്ന് എനിക്കറിയാം. ഞാൻ അടിമുടി എക്സാമിൻ ചെയ്തു. ഞാൻ പൊട്ടിയൊന്നുമല്ല. ഇതിനകത്ത് ആരോ ഉണ്ടെന്ന് പറഞ്ഞ് ബാത്റൂമിൻ്റെ അവിടെ വന്ന് തട്ടി. അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നതുകൊണ്ട് എനിക്കത് തുറക്കേണ്ടി വന്നു. അകത്ത് ആളുണ്ടെന്ന് അവർക്ക് മനസ്സിലായല്ലോ. പക്ഷേ അകത്തെ എൻ്റെ കോലം വളരെ മോശമായിരുന്നു. അവർ എന്നെ വലിച്ചിഴച്ചു. അയാളുടെ മുന്നേ വെച്ച് എന്നെക്കുറിച്ച് പറയാൻ ഇനിയൊന്നുമില്ല. ചുരുക്കം പറഞ്ഞാൽ അയാൾക്കും കിട്ടേണ്ടത് കിട്ടി, എനിക്കും കിട്ടേണ്ടത് കിട്ടി. പക്ഷേ ഒച്ചയുണ്ടാക്കി വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അവർ ഭർത്താവിനെ വലിച്ചിഴച്ചു പോയി. അവസാനം ഒരു വിധത്തിൽ പുറത്തിറങ്ങാവുന്ന കോലത്തിൽ ഞാൻ എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി. സത്യം പറഞ്ഞാൽ നാട്ടുകാർ അവിടെ അധികം ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് അധികമാരും ആ കാര്യം അറിഞ്ഞില്ല. കാരണം അവിടെ എങ്ങും ആരെയും കണ്ടില്ല. അവർ ഷൗട്ട് ചെയ്തെങ്കിലും ശബ്ദമധികം വെളിയിൽ പോയിട്ടില്ല. അത് ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ തിണ്ണയിലുണ്ടായിരുന്നു. അവരെ കണ്ട് ഞാൻ ഞെട്ടി. അവരെന്നോട് പറഞ്ഞു, നീ വലിയ കേമിയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇതൊന്നും ഇവിടെ നടക്കില്ല. മര്യാദയ്ക്ക് ഇവിടെ താമസിക്കുകയാണെങ്കിൽ താമസിച്ചാൽ മതി, അല്ലാതെ നിൻ്റെ ആട്ടക്കലാശമൊന്നും ഇവിടെ വേണ്ട.
കയറിപ്പോടിയകത്ത്, ഞാൻ തന്നെയാണ് നിന്റെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് അവൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞത്. ഇനി മഷിയിട്ട് നോക്കിയാൽ പോലും അവിടെ അവനെ കാണാൻ പറ്റില്ല. അത് മാത്രമല്ല, ആ വീട് ഞാൻ ഇടിച്ചു പൊളിച്ച് കളയാൻ തുടങ്ങിയാണ്. അവിടെ ഇനി ആരും വന്ന് താമസിക്കില്ല എന്ന് പറഞ്ഞ് അമ്മായിയമ്മ സമരപ്രഖ്യാപനമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെയും എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതം വളരെ ദുർഘടമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന ഒരവസരമാണ്. മാഡം ഇത് കേട്ടിട്ട് എന്ത് മറുപടിയാണ് തരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയ ദുർഘടമായ പ്രതിസന്ധിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ പ്രതിസന്ധി ഒന്നുമല്ല. ഇപ്പം കല്യാണം കഴിച്ചു, ഭാര്യയും ഭർത്താവൊക്കെ എത്ര കാലം ജീവിച്ചിരിക്കുന്ന ആർക്കറിയാം. അതൊക്കെ മനുഷ്യർക്ക് സംഭവിക്കും. പിന്നെ അടുത്തൊരാളോട് താല്പര്യം തോന്നില്ലേ, അടുത്ത വിവാഹം കഴിക്കില്ലേ, അതൊക്കെ നടക്കാം മനുഷ്യൻ്റെ കാര്യത്തിൽ. പക്ഷേ എന്ന് വെച്ചിട്ട് കല്യാണം കഴിച്ചതാണെന്ന് അറിഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളോട് തോന്നിയത് നിയന്ത്രിക്കേണ്ടതായിരുന്നു. അങ്ങർക്ക് ഭാര്യയുണ്ട്, അതുമാത്രമല്ല കല്യാണം കഴിഞ്ഞിട്ട് അധികം കാലമൊന്നും ആയില്ല, പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. അങ്ങനെ ഒരാളെ നിങ്ങൾ ഭർത്താവിൻ്റെ സാമ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്താണെന്ന് വെച്ചിട്ട് തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ അമ്മായിയമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണില്ല. കാര്യം അവരുടെ മോൻ്റെ ഭാര്യയാണ്, അവർ എതിർപ്പുകളൊക്കെ വഹിച്ച് നിങ്ങളെ സ്വീകരിച്ചതാണ്. അപ്പം നിങ്ങളിങ്ങനെ കാണിച്ചത് അവർക്ക് സഹിക്കാൻ പറ്റില്ല, പഴ മനസ്സല്ലേ. അവരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് രണ്ടാമതൊരു കല്യാണം കഴിക്കാനുള്ള എല്ലാ അവസരങ്ങളുമുണ്ട്, രണ്ടാമതൊരു ബന്ധമുണ്ടാക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് മറ്റൊരാളുടെ പാർട്ട്ണറിലാകരുത്. ഇപ്പോൾ സ്വന്തമായി നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, കല്യാണം കഴിക്കാത്തവരുണ്ട്, കല്യാണം കഴിച്ചിട്ട് ഭാര്യ മരിച്ച ആളുകളുണ്ട്. അങ്ങനെ പാർട്ട്ണറെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളുമായിട്ട് ബന്ധമുണ്ടാക്കുകയോ കല്യാണം കഴിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ വിവാഹം കഴിച്ച ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറേണ്ട കാര്യമില്ല. അയാളുടെ ഭാര്യയ്ക്കാണെങ്കിലും വിഷമം കാണില്ല. അപ്പോൾ സംഭവിച്ചത് അതിന് തെറ്റു പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമായി നടക്കുന്ന ഒരാളെയാണ് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഇനി കണ്ടുപിടിക്കേണ്ടത്. വേണമെങ്കിൽ റീമാരേജ് ചെയ്യാം. ഇനി ഭർത്താവിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ നഷ്ടമാകും എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീമാരേജ് ചെയ്യേണ്ട. നിങ്ങൾക്ക് സ്വന്തമായി നടക്കുന്ന ഏതെങ്കിലും ഒരു ബന്ധം മതി. ആ വീട്ടിൽ അമ്മായിമ്മ സമ്മതിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് കാശൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് മാറുക, അവിടെ നിൽക്കുക, അവിടെ നിന്ന് സ്വതന്ത്രമായി ജീവിക്കുക, ബാധ്യതകളുള്ള ആളുകളെ കൂടെ കൂട്ടാതിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഉല്ലസിച്ച് ജീവിക്കാം. അല്ലെങ്കിൽ വേറെ വിവാഹബന്ധം കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ജോലിക്ക് പോകാം, അല്ലെങ്കിൽ നല്ലൊരാളെ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ എന്തെല്ലാം സാധ്യതകളുള്ളപ്പോൾ ആ വീട്ടിൽ നിന്ന് ആ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ പ്രവർത്തിച്ച് മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവിനെ ഇങ്ങനെ മോഹിച്ച് അത് വലിയൊരു ട്രാജഡിയായി, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സേഫായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അവനവൻ്റെ ജീവിതത്തിനനുസരിച്ച് സേഫായിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ എല്ലാത്തരം രീതിയിലുള്ള എൻജോയ്മെൻറ്റ് നടക്കുമല്ലോ, അത്തരം കാര്യങ്ങളിലേക്ക് തിരിയുക. അല്ലാതെ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട കാര്യം. നിങ്ങൾ നേഴ്സറി, നിങ്ങൾ ജോലിക്ക് പോകുക, എന്തിനാണ് ആ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്, ഭർത്താവ് മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് നന്നായി ജീവിക്കുക, നല്ല ബന്ധങ്ങൾ കണ്ടെത്തുക, എല്ലാം സേഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക നിങ്ങളുടെ ജീവിതത്തിനനുസരിച്ച്. അതേപോലെ എല്ലാ ഘട്ടത്തിലും നിങ്ങൾക്ക് കരുത്തായി നിന്നിട്ടുള്ള അമ്മായിയമ്മ, അവരുടെ രീതിയിൽ ശരിയാണ് ചെയ്തത്. അപ്പോൾ ഒരിക്കലും അവരെ തെറ്റ് പറയാൻ പറ്റില്ല. അവരെ ഉപേക്ഷിക്കാതെ നിങ്ങൾക്ക് സേഫായിട്ട് ആരെയും വെറുപ്പിക്കാതെ ഒരു പുതിയ ജീവിതം കണ്ടെത്താവുന്നതേ ഉള്ളൂ. അമ്മായിയമ്മയോട് കുറച്ചുകൂടെ ഒന്ന് ഓപ്പണായിട്ട് സംസാരിച്ച് രണ്ടുപേരും തമ്മിൽ സമവായത്തിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു പാർട്ട്ണർ വേണമെങ്കിൽ അമ്മായിയമ്മയുടെ ആശീർവാദത്തോടു കൂടി കിട്ടാൻ ചാൻസ് ഉണ്ട്. നോക്കൂ.